വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നീ ചെയ്യാത്തത് കൊണ്ടല്ലേ നീ ഇങ്ങനെ കിടക്കണേ എന്നുള്ളൊരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്തത് അവിടെ അങ്ങനെ ഒരു ലൈഫ് ഉണ്ടെന്നുള്ളത് ഒരിക്കലും അവർക്ക് അറിയാത്തൊരു കാര്യമാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൂസ് ടോക്ക് വിത്ത് മീ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ്. നമുക്ക് എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിരിക്കും. അവര് ചിലപ്പോൾ റിലേറ്റീവ്സ് ആയിരിക്കാം. മെയിനായിട്ട് റിലേറ്റീവ്സും നാട്ടുകാരാണ് ജഡ്ജ് ചെയ്യാൻ മിടുക്കന്മാരെ. അവർക്കാണ് ഫസ്റ്റ് പ്രൈസ് എപ്പോഴും കിട്ടാറില്ലെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അവരെ തോൽപ്പിക്കാൻ ആരും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ കുറച്ച് ഫ്രണ്ട്സ്, കൊളീഗ്സ് ആയിരിക്കാം. പല രീതിയിൽ നമ്മൾ സറൗണ്ടിങ്സിലുള്ള പല തരത്തിലുള്ള ആൾക്കാരായിരിക്കാം നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ ജഡ്ജ് ചെയ്യുന്നത്? ഇപ്പോൾ എന്നെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ജഡ്ജ്മെന്റിന് ഇരയായിട്ടുള്ള ഒരാളാണ് ഞാൻ. ചിലപ്പോൾ എന്നൊക്കെ ഫസ്റ്റ് കാണുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ജാടയാന്ന് പറയും. പക്ഷേ പൊതുവേ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു, കുറേ സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് നോൺ സ്റ്റോപ്പ് ഇങ്ങനെ സംസാരം നിർത്താൻ അറിയില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് കമ്പനി ആവുന്ന ഒരാളാണ്. അതിനെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. എന്തിനാ ഇങ്ങനെ ചില നാട്ടുപുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെൺപിള്ളേർക്ക് ഒരു അടക്കൊതുക്കില്ല. ചെറുപ്പം മുതലേ മെയിനായിട്ടുള്ള ഒരു സാധനമാണ് എനിക്കൊരു അടക്കൊതുക്കില്ല. എനിക്ക് ഭയങ്കര തൻ്റെടമുണ്ട്, എനിക്ക് ഭയങ്കര അഹങ്കാരമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ജഡ്ജ്മെന്റലായിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം തൻ്റെടുണ്ടെന്ന് പറഞ്ഞോട്ടെ, വളരെയധികം സന്തോഷിക്കുന്നു ഞാനതിൽ, തൻ്റെടുണ്ടെന്ന് പറയുന്നതിൽ. കാരണം എൻ്റെ കാര്യങ്ങൾ ഞാൻ ഒത്തിരി സ്ട്രോങ് ആയിട്ട് പറയുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തൻ്റെടുണ്ടെന്ന് പറയണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് നമ്മുടെ പ്രായത്തിൻ്റെതായ കുറച്ച് ചാബല്യങ്ങളുണ്ടായിരിക്കുമല്ലോ. ആ ചാബല്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മനസ്സിലാവുമ്പോൾ നമ്മളിങ്ങനെ തിരുത്തി വരും. പക്ഷെ ചില ആൾക്കാർ അന്ന് നമ്മൾ ബിഹേവ് ചെയ്തിരുന്ന ആ ബിഹേവിയറിൽ എന്നെ പിടിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അവിടെ നിങ്ങളുടെ ബസ് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇപ്പോഴും അവർ അതന്നെ പറഞ്ഞിരിക്കും, അന്ന് അവൾ അങ്ങനെയായിരുന്നു, അന്ന് അവൾ എങ്ങനെയായിരുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മളെ പ്രത്യേകിച്ച് കൂടുതലും ഈ ഒരു കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ജെൻഡർ വ്യത്യാസം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആൺകുട്ടികൾക്കും പെൺപിള്ളേർക്കും ഒരേപോലെയാണ് ഈ ഒരു ജഡ്ജ്മെന്റൽ എറ അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെയാണ്. കാരണം ഒരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഫീമെയിൽസ് ആയാലും മെയിൽസ് ആയാലും പോയിക്കൊണ്ടിരിക്കുന്നത്. ഫീമെയിൽസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടീഷനിങ് ഉണ്ട്. ഒരു പ്രായത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ കുട്ടികളുണ്ടാവുക, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് കുട്ടികളുണ്ടാവുന്നതാണ് ലക്ഷ്യം. കുട്ടികളുണ്ടായി ജീവിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അല്ലാതെ നമ്മുടെ കരിയർ അല്ല, നമുക്ക് വേണ്ടിയിട്ടുള്ള ലൈഫ് അല്ല, അതൊന്നും അല്ല ലക്ഷ്യം. കല്യാണം കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവുക, അതാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അതാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത്ര വയസ്സിനുള്ളിൽ 30 വയസ്സിനുള്ളിൽ അവർ ഫിനാൻഷ്യലി സെറ്റിൽ ആയിരിക്കണം, അവർക്കൊരു വീട് വെക്കണം, അവർ കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന പെൺകുട്ടീനെ നല്ലപോലെ നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് മെയിൽസും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുടെ പേരിൽ ഇപ്പോഴും ഫീമെയിൽസിന് ഫ്രീഡം കൊടുക്കുന്ന മെയിൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഫീമെയിൽസും ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും ഭയങ്കര ചുറ്റും നമ്മള് എങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ചുറ്റും നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ ഈ ജഡ്ജ്മെന്റിന് നമ്മൾ ബോധർ ചെയ്യേണ്ടതുണ്ടോ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൊട്ടക്കിണറ്റിൽ പെട്ട തവളകളായിട്ട് നമ്മൾ പോകരുത്. കാരണം നമ്മളെ കുറിച്ച് പറയാൻ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാൻ ആൾക്കാർ വളരെ കുറവായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്ത് പൊക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 100 ആളുണ്ടായിരിക്കും. അപ്പോൾ നല്ലത് എപ്പോഴും സപ്രസ് ചെയ്യുള്ളൂ. ഏറ്റവും എടുത്ത് കാണിക്കുക നമ്മളുടെ തെറ്റുകളായിരിക്കും. അപ്പോൾ ഈ തെറ്റുകളില് ഫോക്കസ് ചെയ്തിട്ട് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഫോക്കസ് ചെയ്യാതിരിക്കുക, അവരിലേക്ക് നമ്മൾ ചുരുങ്ങി പോകാതിരിക്കുക. കാരണം എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ തെറ്റുകൾ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിലുണ്ട്. നമ്മൾ ചിലപ്പോൾ സ്ഥിരം കണ്ടുപോകുന്ന മുഖങ്ങളായിരിക്കാം, നമ്മുടെ ലൈഫിൽ സ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, അവരിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആവാതിരിക്കുക. സെക്കൻഡിൽപ്പെട്ട തവണകൾക്ക് അവർക്ക് ഒരു കിണർ മാത്രം ഉണ്ടായിരിക്കും. അതിന്റെ പുറത്തുള്ള ഒരു ലോകം എന്താണെന്നുള്ളത് അറിയില്ല. അതിന് പുറത്തൊരു വേൾഡ് ഉണ്ട്, അവിടെ അങ്ങനെ ഒരു ലൈഫ് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും അവർക്ക് അറിയാത്തൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനത്തെ ആൾക്കാരിൽ നമ്മൾ ഫോക്കസ്ഡ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു സർക്കിൾ ചുരുങ്ങിപ്പോവും. നമുക്ക് അതിനും പുറത്തും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മറന്നു പോകും. നമ്മൾ ഭയങ്കര നെഗറ്റീവ് ഓറ നമ്മൾക്ക് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് ഇങ്ങനത്തെ ആൾക്കാരിൽ ഫോക്കസ്ഡ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഞാനായാലും എൻ്റെ ചുറ്റുള്ളവരായാലും എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എൻ്റെ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ,
ഒരുപാട് പേര് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഫേസ് ടു ഫേസ് നമ്മൾ ഡെയിലി കാണുന്ന ഭയങ്കര നെഗറ്റീവ് ഓറ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെയായിട്ട് ഒരുമിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരെ എനിക്ക് നേരിട്ടറിയാം. ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് അങ്ങനെ ജീവിച്ചു പോവുക എന്ന് പറയുന്നത്. കാരണം ഡെയിലി നമ്മളെ കുറ്റം പറയുന്ന ഒരാളെ നമ്മൾ മുഖത്തോട് മുഖം നോക്കി നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അവരിൽ നിന്ന് മുഖം തിരിക്കുക എന്ന് പറയുന്നത് അതിലും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സമാധാനം നമ്മുടെ ലൈഫിൽ എങ്ങനെയായാലും ഉണ്ടാവുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു കാറ്റഗറി ആൾക്കാരിൽ നമ്മൾ ഫോക്കസ്ഡ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നെഗറ്റീവിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയ പോലെ ആയിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇപ്പുറത്ത് നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. നമ്മുടെ കരിയർ ഫോക്കസ്ഡ് ആയാലും നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടായിരിക്കും. നമ്മൾ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നമുക്ക് ഇനിയും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗോൾസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. പക്ഷെ അതിനൊന്നും നമ്മൾ ഫോക്കസ് കൊടുക്കാതെ ഇവര് പറയുന്ന ഈ കുറ്റങ്ങളെ കുറിച്ച്, അയ്യോ ഇവരെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, ഈ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ആൾക്കാരിൽ ഫോക്കസ് ആവാതിരിക്കുക. ഡെയിലി കാണുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങൾക്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കാം അങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് ഫോക്കസ് തിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ അത് ചെയ്തേ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവുള്ളൂ. അവരിൽ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളിങ്ങനെ നിങ്ങളെ തന്നെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. എങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് മാക്സിമം നമ്മുടെ ലൈഫിൽ ഒഴിവാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ട്രെയിൻ പോകുന്നുണ്ട് അതിൻ്റെ സൗണ്ട് ആട്ടോ, ഡോണ്ട് മൈൻഡ് ദാറ്റ്. അങ്ങനത്തെ ആൾക്കാരെ എങ്ങനെയാണ് ഒഴിവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് ബ്രെയിൻ ട്രിക്കുകൾ യൂസ് ചെയ്യാം. അവർ പറഞ്ഞ കാര്യം ഈ ചെവിടി കൂടെ കേട്ട് ഈ ചെവിടി കൂടെ വിടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അവർ പറയുന്നത് നമ്മുടെ മേത്ത് തട്ടുന്നുണ്ടോ, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് നമ്മൾ വിഷമിക്കാൻ നിൽക്കുമ്പോഴേ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാൻ നിൽക്കാതെ അപ്പം തന്നെ ബ്രെയിൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കുക. നിങ്ങളുടെ ആരോ എന്തോ പറഞ്ഞോട്ടെ, നിങ്ങളെക്കുറിച്ചുള്ള എന്ത് ജഡ്ജ്മെൻറ്റ് ത്രൂ ഫോൺ അല്ലെങ്കിൽ നേരിട്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിലും കേട്ടോട്ടെ, പക്ഷേ നിങ്ങൾ പോകുന്ന ലൈഫ്, നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മറ്റാരേക്കാളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്ന പോലെ വേറൊരാൾക്ക് അറിയില്ല, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ പിന്നെ അവരെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് മൈൻഡ് ചെയ്യാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക. അതിനെക്കുറിച്ച് അങ്ങനെ ഒരു വേർഡ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വേർഡ് നിങ്ങൾ മനസ്സിലിട്ട് ചിന്തിച്ചു പോകും തോറും നിങ്ങൾക്ക് ഉള്ളിൽ ടെൻഷനും കാര്യങ്ങളും കൂടി വരും. അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മൾ ബ്രെയിൻ ട്രിക്ക് ചെയ്ത് ആ സമയത്ത് ജസ്റ്റ് ഒരു 100 to 1 റിവേഴ്സ് എണ്ണ, 100, 99, 98, 97 അങ്ങനെ റിവേഴ്സ് എണ്ണ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ആ സമയത്ത് കേൾക്കുന്ന 5 സൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ണിൽ കാണുന്ന 5 ഒബ്ജക്ട്സ്, ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പഠിച്ചു വെക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്ന ട്രിക്കുകളാണ്. ഇതിനെക്കുറിച്ച് ഭയങ്കര സയൻറ്റിഫിക്കലായിട്ട് പറഞ്ഞുതരാൻ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുള്ള കുറച്ച് ട്രിക്കുകളാണിത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ബ്രെയിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാതിരിക്കാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങൾ ഫോക്കസ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഒരിക്കലും ഫോക്കസ് ചെയ്യാതിരിക്കുക. കാരണം പുറത്ത് നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഇത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അവർക്ക് ഇന്നല്ല നാളെ, ഇന്ന് നിങ്ങളെയാണെന്നുണ്ടെങ്കിൽ നാളെ വേറെ ആളെ അവർ പറയുമായിരിക്കും. അപ്പോൾ അവർക്കത് എളുപ്പമായിരിക്കും. ഈ ഗാലറിയിൽ നിന്ന് കളി കാണുന്നവന് ഭയങ്കര എളുപ്പമായിരിക്കും, കൈയടിക്കാനും അടിക്കടാ ചെയ്യടാ എന്നൊക്കെ പറയാൻ എളുപ്പമായിരിക്കും. പക്ഷെ അത് ഇറങ്ങി കളിക്കണമെന്നായിട്ട് ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പോൾ പുറത്ത് ഇപ്പോൾ ഈ പറയുന്ന ജഡ്ജ് ചെയ്യുന്ന നമ്മുടെ ആൾക്കാർ 10 പൈസ ഇന്നേ വരെ ജോലി ചെയ്ത് ചിലപ്പോൾ സ്വന്തം കുടുംബം നോക്കാത്ത ആൾക്കാരായിരിക്കും. പോട്ടെ, കുടുംബത്തിൻ്റെ കാര്യം പോട്ടെ, ഫാമിലി പോട്ടെ, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, എത്രയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ആൾക്കാരാണ്, കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ വെറുതെ ഒരിക്കലും ഒരു ഡിപ്പെൻഡഡ് ആവാതിരിക്കുക. എന്ത് കാര്യത്തിനായാലും, ഇമോഷണലി ആയാലും ഫിനാൻഷ്യലി ആയാലും ഏത് കാര്യത്തിനായാലും. ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ്, ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ ആളാണ്, ഞാൻ മാരീഡാണ്, എനിക്ക് എൻ്റെ ഹസ്ബൻഡുണ്ട്, പാർട്ട്ണറുണ്ട്. പാർട്ട്ണറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പാർട്ട്ണർക്ക് എന്നെയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡഡ് ആവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും എൻ്റെ ഹസ്ബൻഡാണ്. കാരണം ഞാൻ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒരു ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ വരെ ഒരാളെയും കൂടി കൂടെ കൂട്ടി, ടീച്ചർ ഞാൻ ആളെയും കൂടി
ആ ഒരു ടൈപ്പായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം എന്നെ അത് ചെയ്യാൻ പഠിപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. കാരണം നിനക്ക് ആവശ്യങ്ങളുണ്ടോ, നിനക്ക് ചെയ്യണമെന്നുണ്ടോ, നീ പോയി ചെയ്തു പഠിക്കുക. നാളെ വേറൊരാളില്ല, ഇപ്പോൾ ഈവൻ എൻ്റെ ഹസ്ബൻഡ് ഇല്ല, നമുക്ക് ഇന്ന് നമ്മുടെ അച്ഛനാണ് അല്ലെങ്കിൽ നമ്മുടെ ചേട്ടനാണ് ചെയ്തു തരുന്നത്, അല്ലെങ്കിൽ ചേച്ചിയാണ് ചെയ്തു തരുന്നത്, അമ്മയാണ് ചെയ്തു തരുന്നത്, ഹസ്ബൻഡാണ് ചെയ്തത്, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. നാളെ ഇവരൊന്നും ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? അതായിരിക്കണം നമ്മുടെ മുന്നിൽ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ. ആവാതിരിക്കാനുള്ളതല്ല, ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാളെ ഇവരൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റക്കായി പോകരുത്. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം വേണം. ഒരാളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അവരിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയി പോകും. ആ ഒരു പേഴ്സണോടുള്ള അഡിക്ഷൻ എന്ന് പറയുന്നത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഒരു നോർമൽ ഫാമിലിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടായാലും ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ സപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യങ്ങൾ കാണാറുണ്ട്. ആ സാഹചര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സപ്പോർട്ടിനെ നിങ്ങൾ സീക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, നിങ്ങളവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ആ സപ്പോർട്ട് അയാൾക്ക് തരാൻ കഴിയുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല, അത് അയാളുടെ കുറ്റമാണ്. എന്തുകൊണ്ട് അയ്യോ എനിക്കത് കിട്ടുന്നില്ല എന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കാതെ നിങ്ങൾക്കതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. കാരണം മെയിനായിട്ട് ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളുടെ കൺട്രോളിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുക. ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിക്കുന്നതും മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതും ഒന്നും നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യമല്ല. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുക, ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാതെ മറ്റൊരാൾ ചെയ്തു തരുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നല്ലൊരു കാര്യമല്ല ഡിപ്പെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിക്കഴിഞ്ഞാലും ചില സമയങ്ങളിൽ നമുക്ക് സപ്പോർട്ട് സീക്ക് ചെയ്യേണ്ട ആവശ്യം വരും. ആ സമയത്ത് സപ്പോർട്ട് സീക്ക് ചെയ്യുക, ഹെൽപ്പ് വേണ്ടടുത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യുക. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇൻഡിപെൻഡൻ്റ് ആയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആരെന്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കറിയാം നമ്മുടെ ലൈഫിനെ കുറിച്ച്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് വല്ലാതെ ഒരുപാട് ടെൻഷൻ അടിക്കില്ല. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് കുറച്ചൊക്കെ ഹാപ്പി ആകും. കാരണം മെയിനായിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ നമ്മുടെ ലൈഫിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. നെഗറ്റീവ് ഓറ ക്രിയേറ്റ് ചെയ്യുന്ന ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. നമുക്ക് പോസിറ്റിവിറ്റി തരുന്ന അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ സന്തോഷം തരുന്ന ആൾക്കാരെക്കുറിച്ച് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോട്ട് ഔട്ട് ചെയ്തിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ വർക്കൗട്ട് ചെയ്യുക. അല്ലാതെ ഇങ്ങനത്തെ ആൾക്കാരെ ആക്കിയിരുന്നു കഴിഞ്ഞാൽ നാളെ ഒരു ചോദ്യം വരും, എന്തുകൊണ്ട് ചെയ്തില്ല, നിനക്കിത് ചെയ്യാറുന്നില്ലേ. ചിലപ്പോൾ നിങ്ങളോട് തന്നെ ഒരു സമയത്ത് ചോദിക്കും, നിനക്കിത് ചെയ്യാറുന്നില്ലേ. അവരൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരൊക്കെ ഇന്ന സ്ഥലത്തെത്തി, നീ എന്തുകൊണ്ട് ചെയ്തില്ല, നീ ചെയ്യാത്തത് കൊണ്ടല്ലേ നീ ഇങ്ങനെ എടുക്കണേ എന്നുള്ളൊരു റിഗ്രറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടാഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ട്രൈ ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ, നമുക്ക് സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, മാക്സിമം സന്തോഷിക്കുക. മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ഫോക്കസ് ചെയ്യാതിരിക്കുക, ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഈ ജഡ്ജ്മെൻ്റലായിട്ടുള്ള പീപ്പിൾസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ട്രിക്കുകൾ യൂസ് ചെയ്യാറുള്ളതെന്നും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.